എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പിടിച്ചു ഉന്തിയതല്ലേ. അപ്പോൾ ഞാൻ എവിടെ ധിക്കാരം കാണിച്ചത്? ഞാൻ നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നടന്ന UDF-ൻ്റെ യോഗങ്ങൾ, മുസ്ലിം ലീഗ് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചതല്ലേ. ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞെന്താ, പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി അടിക്കും, 30,000 വോട്ടിനെങ്കിലും കുടിയേറ്റ കർഷകരോട് ജയിപ്പിക്കും. ഇപ്പം എന്താ സ്ഥിതി? അത് പബ്ലിക്കായി നിങ്ങളോട് പറയുമ്പോഴും ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്ന 40,000 കുറയാത്ത വോട്ടിന് നിലമ്പൂരിൽ ഞാൻ ജയിപ്പിച്ചു തരാം. അതാണ് സ്ഥിതി. ഞാനീ പറയുന്ന TMCയുടെ പിന്നിൽ നിൽക്കുന്ന 4 ആളല്ല ഇതിൻ്റെ പിന്നിൽ. ഞാനീ പറയുന്ന പിണറായിസും മരുമോനിസും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. കേരളത്തിൽ മൊത്തമുണ്ടത് 15% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇളകി നിൽക്കുകയാണ്. ആ വോട്ടിന് ഇപ്പുറത്തെത്തിച്ചെങ്കിൽ ഈ അടുത്ത ഗവൺമെൻറ് UDF-ന് അധികാരത്തിൽ വരാൻ പറ്റൂ. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളൊന്നും എന്നെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ അപഹസിച്ച് തള്ളിയത്. ഇപ്പം എന്തായി? ഇപ്പം എൻ്റെ വോട്ടും UDF-ൻ്റെ വോട്ടും കൂടി കൂട്ടിയാൽ തന്നെ എത്രയായി? 32,000 33,000 ആയി. എന്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരുന്നു. പ്ലസ് ഈ പോയ 10,000 വോട്ട് 42,000 ആയോ? മിനിമം എനിക്ക് 30,000 വോട്ട് എന്ന് പറഞ്ഞത് വസ്തുതയല്ലേ. ഇപ്പം എത്ര? 20,000 വോട്ടാണ് ഉള്ളത്. ആ 10,000 വോട്ടാണ് അങ്ങോട്ട് ക്രോസ് പോയത് എന്ന് പറഞ്ഞാൽ 50,000-ൻ്റെ അടുത്താണ് സ്വരാജിന് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട്. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുതകളൊന്നും കാണാതെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് 20,000 വോട്ട് മലയോര കർഷകർ എനിക്ക് നൽകുന്നത്. ഈ 139 MLA-മാരും മന്ത്രിമാരും MP-മാരും വാർഡ് കയറി ബൂത്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ എല്ലാ പരിശ്രമങ്ങളും UDF-ന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. ഇത്രയും ശക്തമായിട്ട് ഒരു കാലത്തും ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട്. എന്നിട്ടും പിന്നെ എങ്ങനെ എനിക്ക് ഈ 10,000-20,000 വോട്ട് കിട്ടുന്നത്? ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ മലയോര വിഷയം 63 മണ്ഡലങ്ങളുണ്ട്, 489 പഞ്ചായത്തുണ്ട്, ഏകദേശം 1.25 കോടിയോളം വോട്ടർമാരുണ്ട്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. ഇതാ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പോരാട്ടം നടത്തിയാൽ ഈ പിണറായിയെ താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും അതിനുള്ള സംവിധാനങ്ങളും വേണം. ഇപ്പം ചേലക്കര പോയി ഞാൻ മത്സരിച്ചല്ലോ. ആ കൊട്ടം പാറൻ്റെ മുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4,000 വോട്ടിന് കിട്ടിയില്ലേ? എങ്ങനെയാണ് 4,000 വോട്ട് കിട്ടിയത്? അന്ന് ഞങ്ങൾ DMK ആണ്, ഒരു സോഷ്യൽ മൂവ്മെൻറ്റാണ്. ആരാ വോട്ട് ചെയ്തത്? 39,600 വോട്ടിന് ലീഡുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ. ആ സാധനം 12,000-ലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ്? 33 വണ്ടിയാണ് അവിടെ അനൗൺസ് ചെയ്തത് 23 ദിവസം. വെറും പിണറായിസം. അതിലെ വലിയൊരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആൻറ്റി പിണറായി വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ 4,000. മറ്റ് ഞങ്ങൾ നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായി കിട്ടിയ വോട്ട് മുഴുവൻ ഈ പറഞ്ഞ പിണറായി UDF സ്ഥാനാർത്ഥിക്കാണ്.